ഇന്ന് SSLC പരീക്ഷയുടെ റിസൾട്ട് വരികയാണല്ലേ. SSLCക്ക് വിജയിക്കണം. SSLCക്ക് മാത്രം വിജയിച്ചാൽ മതിയോ? പോരാ അല്ലേ. ജീവിതത്തിലെ മുഴുവൻ പരീക്ഷയിലും പരീക്ഷണങ്ങളിലും ഒക്കെ വിജയിക്കണം. നല്ല അഡ്മിഷൻ കിട്ടണം. ജീവിതം മുഴുവൻ തോൽക്കാതെ വിജയം നിറഞ്ഞതാകണം. ഞാൻ ചില ദിക്റുകൾ പറഞ്ഞു തരട്ടെ. മനസ്സറിഞ്ഞ് ചൊല്ലിക്കോ. അള്ളാഹു ഹൈറായ റിസൾട്ട് തരും. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഹൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാപ്പി അല്ലേ? ഉസ്താദേ, ഇന്ന് റിസൾട്ടാണ്, ഭയങ്കര സങ്കടമാണെന്ന്. എടാ ഹാപ്പി ആയിരിക്ക്. അൽഹംദുലില്ലാ പറയണമെന്ന് ഇന്നലെ നമ്മൾ പഠിച്ചു അല്ലേ. മനസ്സറിഞ്ഞെന്ന് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വെള്ളിയാഴ്ച ദിവസമാണ് അല്ലേ. ധാരാളം സ്വലാത്തുകൾ കൊണ്ട് ധന്യമാക്കേണ്ട, ദിക്റുകൾ ചൊല്ലേണ്ട, കഹ്ഫ് ഓതേണ്ട, സുന്നത്തായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട ദിവസമാണ്. മനോഹരമായിട്ട് ചൊല്ലുക. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന മജ്ലിസായി ഈ സദസ്സിനെ അള്ളാഹു മാറ്റി തീർക്കുമാറാകട്ടെ. SSLC റിസൾട്ട് വലിയ ആനക്കാര്യമാണോ അതൊക്കെ? ആണോ? ഒരു കോളേജ് അധ്യാപകൻ എന്ന നിലയ്ക്ക് ഞാൻ പറയണം, ഒരു ഉസ്താദ് എന്ന നിലയ്ക്ക് മാത്രമൊന്നുമല്ല. SSLC റിസൾട്ടാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് ചിന്തിക്കേണ്ടതുണ്ടോ? വല്ലാത്ത ടെൻഷനിലാണ് കുട്ടികളും മാതാപിതാക്കളും ഒക്കെ. നമ്മൾ കുഞ്ഞുങ്ങളെങ്ങനെ ടെൻസ്ഡാക്കി അവർ ആത്മഹത്യ ടെൻഡൻസി പോലും കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുന്നത് ആരാ? മാതാപിതാക്കളാണ്. ഇപ്പോൾ സൂക്ഷ്മത പാലിക്കണം കേട്ടോ. ഫുൾ A+ മേടിക്കലല്ല ലൈഫ്, മനസ്സിലായോ? ഫുൾ A+ കിട്ടിയില്ലെങ്കിൽ എൻ്റെ പിള്ളയുടെ ഫുൾ A+ പോയി വിലപിക്കേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ട്? ഇപ്പം ഞാൻ എൻ്റെ ഒരു ഉദാഹരണം പറയട്ടെ. എനിക്ക് ഫുൾ A+ ഉണ്ടായിരുന്നില്ല. അതിനിപ്പോൾ എന്താന്ന്? എടാ, എനിക്ക് ഫുൾ A+ ഉണ്ടായിരുന്നില്ല. എനിക്ക് 3 PG ഉണ്ട്. എനിക്ക് MBA ഉണ്ട്, MA ഇൻ ഇംഗ്ലീഷ് ഉണ്ട്, MA ഇൻ ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട്. ഞാനിന്നൊരു കോളേജ് പ്രൊഫസറാണ്, സൈക്കോളജി റിലേറ്റഡായ ഒരു കൗൺസിലറാണ്, പിന്നെ ഒരു മഹലിൻ്റെ ഖത്തീബാണ്. അതുപോലെ പല മേഖലകളും കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫുൾ A+ മേടിച്ചത് കൊണ്ട് മാത്രമൊന്നുമല്ല നമ്മൾ എവിടെയെങ്കിലേക്ക് എത്തിച്ചേരുന്നത്. അതിനർത്ഥം പഠിക്കണ്ട എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഫുൾ A+ മേടിച്ചില്ലെങ്കിൽ ജീവിതം ഇല്ലാതായി എന്നുള്ള തോന്നലൊന്നും വേണ്ട. ജീവിതത്തിൻ്റെ ലക്ഷ്യം ഫുൾ A+ അല്ല. അതുകൊണ്ട് തന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ടോ, നമ്മളവിടെ ബഹളം ഉണ്ടാക്കിയതുകൊണ്ട് ആ കുട്ടിയുടെ മാർക്ക് കൂടി വരാൻ സാഹചര്യം വല്ലതും ഉണ്ടാകുന്നുണ്ടോ? ഇല്ലല്ലോ. ഏതായാലും അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ നിങ്ങൾക്ക് ചില പ്രാർത്ഥനകൾ പറഞ്ഞു തരാം. അല്ലാഹു ആണല്ലോ ഇതൊക്കെ നിയന്ത്രിക്കുന്നവൻ അല്ലേ. ആ മാർക്ക് റിസൾട്ട് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നൊരു റിസൾട്ട് കിട്ടാൻ നല്ല ബോധ്യത്തിൽ, നല്ല നിയ്യത്തിൽ തന്നെ ചില കാര്യങ്ങൾ അള്ളാഹിനോട് പറഞ്ഞാൽ പടച്ചോൻ നമ്മളെ കൈവിടൂല. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആദ്യം ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. പടച്ചോൻ്റെ ഖദർ ഖലായിൽ നമുക്ക് വിശ്വാസം ഉണ്ടാവണം വേണ്ടേ? ഒരു മുഅ്മിനിൻ്റെ, നമ്മളൊരു മുഅ്മിനീങ്ങളാണല്ലോ അല്ലേ. നമ്മൾ ഏതെങ്കിലും മതമില്ലാത്ത ആളുകളോ ഇസ്ലാമേതര വിശ്വാസികളൊന്നും അല്ലല്ലോ. നമ്മൾ മുസ്ലിങ്ങളാണ്, മുഅ്മിനീങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഖലാ ഖദറിൽ നമുക്ക് വിശ്വാസം ഉണ്ടാകണം. എൻ്റെ റബ്ബ് തരുന്നതൊക്കെ എനിക്ക് ഖൈറാണെന്ന് വിശ്വസിക്കണം. അതായത് ഫുൾ A+ തന്നാലും ഫുൾ A+ തന്നില്ലെങ്കിലും ഇതൊക്കെ എനിക്ക് ഖൈറാണെന്നുള്ള ബോധം ആർക്കുണ്ടാകണം? കുട്ടികൾക്കുണ്ടാകണം, അതിലൂടെ മാതാപിതാക്കൾക്കും ഉണ്ടാകണം. മനസ്സിലായോ? അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മാർക്ക് കിട്ടിയത് ഇത്തിരി കുറഞ്ഞു പോയാൽ അൽഹംദുലില്ലാ, എൻ്റെ റബ്ബ് അതേ വിധിച്ചിട്ടുള്ളൂ. നന്നായിട്ട് എഴുതിയെന്നവൻ പറഞ്ഞാലും മാർക്ക് കുറഞ്ഞു പോയി, നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ റീവാലുവേഷന് കൊടുക്കാമല്ലോ. റീവാലുവേഷന് കൊടുക്കാം. എന്നിട്ടും മാർക്ക് വല്ലാതെ ഒന്നും കൂടിയിട്ടില്ല, അൽഹംദുലില്ലാ, തൃപ്തിപ്പെടുക. നമുക്ക് കിട്ടുന്നതിൽ തൃപ്തിപ്പെടുക. മനസ്സിലായോ? അപ്പോൾ ഫുൾ A+ കിട്ടിയാലും ഫുൾ A+ കിട്ടിയില്ലെങ്കിലും ഇനി A+ ഒന്നും തന്നെ കിട്ടിയില്ലെങ്കിലും അൽഹംദുലില്ലാ പറയാൻ പഠിക്കാം. കിട്ടുമ്പോൾ തന്നെ അൽഹംദുലില്ലാ. അള്ളാഹു അവിടെ നിന്ന് നമ്മളെ അങ്ങ് ഉയർത്തും, ഉറപ്പാണ്. കാരണം അള്ളാഹു തരുന്നൊരു സംഗതിയിൽ തൃപ്തിപ്പെട്ടാൽ അവൻ അവിടെ നിന്ന് ഉയർത്തുന്നേ. ഞാൻ ഒരു ഹദീസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതായത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യൻ്റെ ചെറിയ കുട്ടി മരിച്ചുപോയി. അപ്പോൾ മലക്കൾ റൂഹൊക്കെ പിടിച്ചിട്ട് പടച്ചോൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അള്ളാഹ് ചോദിക്കാണ്, എൻ്റെ അടിമയുടെ കരളിൻ്റെ കഷ്ണം നിങ്ങൾ പറിച്ചെടുത്തോ മലക്കുകളെ? നഅം യാ റബ്ബി, നീയല്ലേ റബ്ബി റൂഹ് പിടിക്കാൻ പറഞ്ഞത്, നീയല്ലേ പടച്ചോനെ പറഞ്ഞത്? അള്ളാഹ്ക്ക് അത് അറിയാത്തതുകൊണ്ടല്ല അള്ളാഹ് ചോദിക്കാണ് ആ അടിമയെക്കുറിച്ച് വീണ്ടും വീണ്ടും കേൾക്കാൻ. മാതാ കാല അബ്ദി, എൻ്റെ അടിമ എന്താ പറഞ്ഞത്?
അതാണ് പടച്ചവന് വീണ്ടും വീണ്ടും കേൾക്കേണ്ടത്. അവൻ്റെ അടിമ എന്താ പറഞ്ഞത്? കുഞ്ഞ് മരിച്ചു കിടക്കണത് കാണുമ്പോൾ ഒരു വാപ്പ എന്താ പറയുക? പൊട്ടിക്കരഞ്ഞ് അട്ടഹസിക്കും, എന്തിനാ റബ്ബേ എൻ്റെ കുഞ്ഞിനോട് ഇങ്ങനെ ചെയ്തത് അല്ലേ? എന്നാ വാപ്പ പറഞ്ഞത് ഹമിദക്ക വസ്തർജ, ആദ്യം തന്നെ അൽഹംദുലില്ലാ, എന്നിട്ട് ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പം പടച്ചോൻ എന്ത് തന്നാലും തൃപ്തിപ്പെടുന്നൊരു മനസ്സുണ്ടെങ്കിൽ ഉടനെ അള്ളാഹ് പറയാൻ, ഇബ്നൂലി അബ്ദി ബൈത്തൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ എൻ്റെ അടിമക്കൊരു കൊട്ടാരം പണിയണം, അവനും അവൻ്റെ കുടുംബത്തിനും താമസിക്കാനൊരു കൊട്ടാരം പണിയണം. സമ്മൂഹു ബൈത്തുൽ ഹംദ്, എന്നിട്ട് ഹംദിൻ്റെ കൊട്ടാരം എന്ന് പേര് വെക്കണം. ആരാ പറയണേ? അള്ളാഹ് പറയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായോ? അപ്പോൾ നമുക്കൊരു സംഗതി കിട്ടുമ്പോൾ തന്നെ മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാ പറയണം. അഹങ്കാരമല്ല വരേണ്ടത് കേട്ടോ. ഇപ്പോൾ ഫുൾ എ പ്ലസ് കിട്ടിയപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചോദിക്കേണ്ടത്, നിൻ്റെ കൂട്ടുകാർക്ക് എത്രയുണ്ട്? അവനൊന്നും ഫുൾ എ പ്ലസ്, അല്ലെങ്കിൽ അവക്കടെ മക്കളൊന്നും ഫുൾ എ പ്ലസ് മേടിക്കൂല. എന്തൊക്കെയാണ് അവക്കടെ ഒരു തണ്ട്, അവക്കടെയൊക്കെ നടത്തം കണ്ടാലേ എൻ്റെ ഫുൾ എ പ്ലസ് മേടിച്ച് അഹങ്കാരം ഉണ്ടായി പോകരുത്. അത് നിങ്ങളുടെയും നിങ്ങളുടെ കുഞ്ഞിൻ്റെയും ഭാവി തകർക്കും. ഉറപ്പാണ്, എഴുതി വെച്ചോ. എന്ത് സംഗതി എ പ്ലസ് കിട്ടിയാലും എ പ്ലസ് കിട്ടിയില്ലെങ്കിലും അൽഹംദുലില്ലാ പടച്ചോനിലേക്ക് അത് ഏൽപ്പിക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? റിസൾട്ട് വരുന്നതിന് മുൻപും റിസൾട്ട് വരുന്നതിന് ശേഷവും ഒക്കെ നിങ്ങൾ പറയേണ്ട ഒരു ദിക്റുണ്ട്. 11 പ്രാവശ്യം പറയാം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, എന്നെ കൊണ്ടൊരു കഴിവുമില്ല അല്ലാ. നമ്മുടെ കുട്ടികളൊക്കെ ചിലപ്പോൾ ഓവർ കോൺഫിഡൻസിലായിരിക്കും, ഞാൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, എനിക്ക് പക്ക മാർക്ക് കിട്ടും. അവിടെ അള്ളാഹനെ മറന്നു പോവാൻ. ആ കുട്ടീനെ കൊണ്ടും പറയിപ്പിക്കേണ്ടത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, എനിക്കൊരു കഴിവുമില്ല. എല്ലാ കഴിവും എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിലനിർത്തുന്നവനും ആര് മാത്രമാണ്? അള്ളാഹ് മാത്രമാണ്. ഈ ബോധ്യത്തിൽ ഇന്ന് ഈ രാവിലെ തന്നെ മനസ്സറിഞ്ഞ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ഒരു 11 പ്രാവശ്യം പറയാം. അള്ളാഹു നല്ല റിസൾട്ട് തരും. നിങ്ങൾ നല്ല നീയത്തിലിട്ടോ, എന്നെ കൊണ്ടൊരു കഴിവില്ല എന്നുള്ള ബോധ്യത്തിൽ തന്നെ പറയണം കേട്ടോ. അത് നിങ്ങളെ കുഞ്ഞുങ്ങൾക്കും പഠിപ്പിച്ചു കൊടുക്കുക. കുട്ടിയും പറയട്ടെ മനസ്സറിഞ്ഞ്. ഇത് റിസൾട്ട് കയ്യിലേക്ക് കിട്ടുമ്പോഴും മനസ്സറിഞ്ഞ് ഈ ദിക്ർ ഒരു 11 തവണ പറയും. എന്നെ കൊണ്ടൊരു കഴിവില്ല റബ്ബേ, നീയാണ് തന്നവൻ, നീയാണ് കുറച്ചവൻ, നീയാണ് കൂട്ടിയവൻ, എല്ലാം നീ മാത്രമാണല്ലാ. പിന്നെ ഉമ്മമാരോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, പല മാതാപിതാക്കളും പിള്ളേരോട് പറഞ്ഞിട്ടുണ്ടാവും, നീ ഫുൾ എ പ്ലസ് മേടിച്ചോ, ഞാൻ ഫോം മേടിച്ചു തരാം, അവൻ്റെ ജീവിതം തീർന്ന്, എഴുതി വെച്ചോ, നിങ്ങൾ എഴുതി ഞാൻ ഒപ്പിട്ട് തരാം. എത്ര ഒരു സൈക്കോളജിക്കൽ പരിപാടിയിലൊക്കെ ഇരിക്കുന്നത് കൊണ്ട്, കൗൺസിലറൊക്കെ ആയിട്ടിരിക്കുന്നത് കൊണ്ട് പല അനുഭവങ്ങളും. 10ാം ക്ലാസ് ഫുൾ എ പ്ലസ് മേടിച്ച കുട്ടിക്ക് ഫോം മേടിച്ചു കൊടുത്തിട്ടുണ്ടോ, +2 അവന് പകുതി എ പ്ലസ് ഉണ്ടാവില്ല, ഒരു എ പ്ലസ് പോലും ഉണ്ടാവില്ല. എ പ്ലസ് എന്നല്ല, അവൻ്റെ ജീവിതമാകെ താറുമാറാവും. മാതാപിതാക്കളോട് ധിക്കാരം വരും. എനിക്ക് പരിചയമുണ്ടെന്ന്, സുബഹിക്ക് പോലും പള്ളിയിൽ പോയി കൊണ്ടിരുന്ന ഒരു പിള്ളക്ക് ഒരു ഉമ്മ 10ാം ക്ലാസ്സിൽ ഇച്ചിരി മാർക്ക് കൂടിയെന്ന് പറഞ്ഞപ്പോൾ ഫോം മേടിച്ചു കൊടുത്തു. ഞാൻ അന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഫോം വാങ്ങി കൊടുക്കരുത്, നല്ല കുട്ടിയാണ്, അവനിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. കേട്ടില്ല, വാങ്ങിക്കൊടുത്തു. എനിക്ക് പരിചയമുള്ളവരായതുകൊണ്ട് പറഞ്ഞതാണ്, വാങ്ങിക്കൊടുത്തു. എന്ത് സംഭവിച്ചു? വാപ്പാനും ഉമ്മാനും വിളിക്കാത്ത തെറിയില്ല, ദേഷ്യപ്പെടാത്തതായിട്ടൊന്നുമില്ല, പറയാത്തതായിട്ടൊന്നുമില്ല. സുബഹിക്ക് പോയിട്ട് മഗ്‌രിബിന് പോലും പള്ളിയിൽ പോകണില്ല, വീട്ടിൽ നിസ്കരിക്കണില്ല, നല്ല ബന്ധങ്ങളില്ല. ഒരു വേള അവൻ്റെ ഫോൺ ചെക്ക് ചെയ്യേണ്ടി വന്നപ്പോൾ സ്വന്തം ഉമ്മയെക്കുറിച്ചും പെങ്ങളെക്കുറിച്ചും വേണ്ടാത്ത രീതിയിൽ ടൈപ്പ് ചെയ്ത് വെച്ച് സെർച്ച് ചെയ്തിരിക്കുന്ന, അവരുടെ ന്യൂഡിറ്റി പോലും അന്വേഷിക്കുന്ന തരത്തിലുള്ള ഒരു ഫോൺ ഉപയോഗമായി മാറി. ഇവൻ്റെ മുമ്പിൽ ഉമ്മയും കുടുംബക്കാരൊക്കെ എങ്ങനെയാണ് സുരക്ഷിതരായിരിക്കണേ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എത്രമേൽ അപകടമാണ്. ഇതാ ഉമ്മ 10ാം ക്ലാസ്സിൽ ഫോൺ മേടിച്ചു കൊടുത്തോണ്ടല്ലേ, വല്ല കാര്യം ഉണ്ടായിരുന്നോ? അല്ല, ഇനിയിപ്പോൾ വീട്ടിലുള്ള ഫോൺ അവൻ കുറച്ചൊരു ഉപയോഗിച്ചോട്ടെ, അതിലെന്തൊക്കെ ഉപയോഗിച്ചു, എന്തെല്ലാം നോക്കുന്നു അവനോ അവളോ, ഇത് നോക്കാൻ മാതാപിതാക്കൾക്ക് അറിഞ്ഞിരിക്കണം. അല്ലാതെ ഫോൺ വാങ്ങിക്കൊടുക്കാമെന്നുള്ളൊരു വാഗ്ദാനം പറഞ്ഞു പോകരുത്. ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളോട് പറയണം, മോനെ ഫോൺ വാങ്ങി തരൂല കേട്ടോ, അത് ഉമ്മി തെറ്റായിട്ട് പറഞ്ഞതാണ്, ഉമ്മിക്ക് അറിയാത്തതുകൊണ്ട് പറഞ്ഞതാണ്, വാങ്ങിത്തരൂല എന്ന് പറയണം. എന്തേ കാരണം? കുട്ടികൾ നിരന്തരം ഫോൺ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ആൽഫ തരംഗങ്ങളാണ്. ഈ ആൽഫ തരംഗങ്ങൾ ഏതാ? നമ്മളെ സൈക്കാട്രിസ്റ്റുകൾ ഹിപ്നോട്ടൈസ് ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറ് പുറപ്പെടുവിക്കുന്നത് അതേ ആൽഫ തരംഗങ്ങളാണ്. അതുകൊണ്ടാണ് ഈ ഹിപ്നോട്ടൈസ് ചെയ്യുന്ന ആൾ പറയുന്നതൊക്കെ ഇവനിങ്ങനെ അംഗീകരിക്കുന്നത്. നീ ഇപ്പോൾ 4ാമത്തെ വയസ്സിലാണ്, നീ ഇപ്പോൾ 4ാം ക്ലാസ്സിലാണ്, ഇതുപോലെയാണ് ഫോണിൽ നിന്ന് പുറപ്പെടുന്ന ആ റേഡിയേഷൻസ് നിമിത്തം നമ്മുടെ തലച്ചോറ് പുറപ്പെടുവിക്കുന്നത് ആൽഫ തരംഗങ്ങളാണ്. ഇതിലൂടെ ഫോണിൽ പറയുന്നതെല്ലാം ഇവൻ്റെ തല അബ്സോർബ് ചെയ്യാൻ, റീൽസും സാധനങ്ങളും ഒക്കെ ജീവിതം തകർക്കും. അങ്ങനെയാണ് ഒരുപാട് സഹോദരിമാരുടെ ജീവിതം ഇൻസ്റ്റാഗ്രാം റീൽസ് കണ്ടിട്ട് തകർന്നത്. നമ്മുടെ തലച്ചോറിന് 2 ഭാഗങ്ങളുണ്ട്. വലതു ഭാഗം ഇമോഷണൽ ബ്രെയിനാണ്, ലെഫ്റ്റ് സൈഡിലുള്ളത് ഇൻ്റലക്ച്വൽ ബ്രെയിനാണ്. ഈ ഇമോഷണൽ ബ്രെയിനാണ് നമ്മുടെ വികാരപരമായ, വൈകാരികമായ സന്തോഷം, ദേഷ്യമൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഇത് പഠനവുമായി ബന്ധപ്പെട്ടതാണ് ഇടത്തെ ഭാഗത്തുള്ളത്. ഈ നിരന്തരം ഫോൺ ഉപയോഗിക്കുമ്പോൾ ഈ പഠനവും കാൽക്കുലേഷനും ഒക്കെ ആയിട്ടുള്ള ബുദ്ധിപരമായി ചിന്തിക്കേണ്ട ഇടത്തെ ബ്രെയിൻ എന്ത് ചെയ്യും? ചുരുങ്ങും.
ഇമോഷണൽ ബ്രെയിൻ വലുതാകും. അങ്ങനെ വലുതായാൽ എന്ത് സംഭവിക്കും? ദേഷ്യം കൂടും, സങ്കടം കൂടും, ഉമ്മാനെയും വാപ്പാനെയും തെറി പറയാൻ തുടങ്ങും. അത്ര നാൾ നല്ല കുട്ടിയായിരുന്നു, ഫോൺ വലിച്ചെറിയാൻ തുടങ്ങും, കഴുത്തിന് പിടിക്കാൻ തുടങ്ങും, ഉമ്മാനെ പച്ചത്തെറി വിളിക്കാൻ തുടങ്ങും, നേർക്കാഴ്ചയെന്ന് തുടങ്ങും. എത്രയോ കുട്ടികൾ അങ്ങനെ ആയിട്ടുണ്ട്. ഉമ്മമാരുടെ വാപ്പമാരെപ്പോലും വഴിപ്പെടുത്തിയിട്ട് ഉമ്മമാർ വാങ്ങിക്കൊടുക്കുന്നതാണ് മൊബൈൽ. അപകടാട്ടോ. ഈ 10ാം ക്ലാസ്സിൽ A+ കൊണ്ട് നിങ്ങൾക്ക് സന്തോഷം അവിടെ തീരണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനൊരു പ്ലാൻ നിങ്ങൾക്കുണ്ടെങ്കിൽ നിർത്തിക്കോ, ഫോൺ വാങ്ങി കൊടുക്കരുത്. അപ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് മറക്കണ്ട. രണ്ടാമത് ചെയ്യേണ്ടതെന്നറിയോ? ഇന്ന് വെള്ളിയാഴ്ച ദിവസം കൂടെ അല്ലേ, അസ്വദഖത്തു റദ്ദുൽ ബലാ. നിങ്ങളൊരു അപകടത്തെയാണ് ഭയക്കുന്നതെങ്കിൽ മുത്തുനബി പറഞ്ഞില്ലേ, സ്വതക്ക അപകടത്തെ തടയുന്നു. എവിടെയെങ്കിലുമൊക്കെ ഒരു സ്വതക്ക, ഒരു 313 രൂപ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് പാവപ്പെട്ട ഒരുപാട് മനുഷ്യർ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, എത്ര ആളുകളിലേക്ക് നമ്മുടെ റിലീഫ് പദ്ധതിയിലൂടെ സഹായം ചെല്ലുന്നുണ്ട്. അവരുടെ കണ്ണുനീര് തുടക്കണം എന്നുള്ള നല്ല നീയത്തിൽ ബിസ്മീൻ ചൊല്ലി നിങ്ങൾ ഹദിയ ചെയ്തോ. അവരുടെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കുന്ന റബ്ബ് ആ ഹദിയ കൊടുക്കുന്നതോടെ നിങ്ങളുടെ ആഗ്രഹം നടത്തിത്തരും, നിങ്ങളുടെ ലക്ഷ്യം അല്ലാഹ് വീട്ടിത്തരും. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസമാണെന്ന്. ഇത് SLC എഴുതുന്ന കുട്ടികൾക്ക് മാത്രമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ, എല്ലാവർക്കും നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ നീങ്ങാൻ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. എങ്കിലും നിസ്കാരം പോലും സ്വീകരിക്കൂ അല്ലേ? അറായിത്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം ഫലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ. നിസ്കരിക്കുന്നവർക്ക് നാശം. എന്തേ? യത്തീമിന് ഭക്ഷണം കൊടുത്തില്ല, പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തില്ല, ഇതൊക്കെയാണ് പ്രശ്നം. അപ്പോൾ ഇവരെയൊക്കെ ചേർത്ത് പിടിച്ചാൽ നമുക്ക് അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം തരും. അസ്വദഖത്തു റദ്ദുൽ ബലാ. മൂന്നാമത്തത് മനോഹരമായൊരു ദിക്റാണ്. ഈ ദിക്ർ മനസ്സറിഞ്ഞൊരു 3 തവണയെങ്കിലും ചൊല്ലിയിട്ട് ദുആരക്ക. അസ്തഗ്ഫിറുല്ലാഹൽ അളീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. ഇസ്തിഗ്ഫാർ കൊണ്ട് നീങ്ങാത്തൊരു പ്രശ്നമില്ല. എത്ര വലിയ കുടുക്കിലാണ് നിങ്ങൾ പെട്ടുകിടക്കുന്നതെങ്കിലും അള്ളാഹ് അവിടെ നിന്ന് നിങ്ങളെ പൊക്കിയെടുക്കുമെന്ന് പഠിപ്പിച്ചതാരാ? ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ വേറെ ആരുമല്ലല്ലോ, മുത്തുനബിയല്ലേ പഠിപ്പിച്ചത്. ഇതിലപ്പുറം എന്താ വരാനുള്ളത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചാൽ എത്ര വലിയ കുടുക്കിലാണെങ്കിലും പഠിച്ചോനെ എന്നെ തോപ്പിക്കല്ലേ അല്ലാ, നീ ജയിപ്പിക്കണേ അല്ലാ. മനസ്സിലായി? അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അവനാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, എല്ലാ കഴിവും അവന് മാത്രമാണ്, അവനല്ലാതെ ഒരു ആരാധനയില്ല. വഅതൂബു ഇലൈഹി, അവനിലേക്ക് ഞാൻ ഖേദിച്ച് മടങ്ങുന്നു. അപ്പം മനസ്സറിന് തൗബയുടെ മനസ്സോടുകൂടി ഇസ്തിഗ്ഫാർ ചെയ്താൽ ഒരു 3 തവണ ചൊല്ലിയാൽ മതി. മനസ്സറിന് ചെയ്യുക. കാരണം ഈ പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ട് ദ്വാരക്കാം. തട്ടാത്ത പ്രാർത്ഥനയുണ്ട്, മാതാപിതാക്കളുടെ ദ്വാ, മക്കൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഉമ്മമാർ ദ്വാരക്ക. പടച്ചോൻ എൻ്റെ മോനെ നാണം കെടുത്തല്ലേ അല്ല, അവന് നീ ഹൈറായ മാർക്ക് കൊടുക്കണേ അല്ല. ദ്വാരക്ക നല്ല ദ്വാരക്ക. എന്നിട്ട് 3 ഇസ്മുകൾ കൂടെ അതിനുശേഷം ചൊല്ലാനുണ്ട്. ഇമാം യാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ ഇസ്മൊക്കെ ഡെയിലി ഒരു 3 തവണ ചൊല്ലിയാൽ അള്ളാഹു സ്ഥാനം തരും എന്നാണ്. അവൻ തോറ്റാൽ അള്ളാഹ് വിജയം തരും, രോഗിക്ക് അള്ളാഹ് ശിഫ കൊടുക്കും, അവന് പ്രയാസം ഉണ്ടെങ്കിൽ പടച്ചോൻ അവരെ ചേർത്ത് പിടിക്കും. ഏതാണ് ആ 3 ഇസ്മ? യാ അസീസു, യാ ജബ്ബാറു, യാ മുത്തകബ്ബിറു, യാ അല്ലാഹ്. യാ അസീസു, യാ ജബ്ബാറു, യാ മുത്തകബ്ബിറു, യാ അല്ലാഹ്. ഈ 3 ഇസ്മ ചൊല്ല. മനസ്സിലായോ? അപ്പോൾ ഏത് കാര്യം നമ്മൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു എന്ത് തന്നാലും അതിൽ തൃപ്തിപ്പെടാൻ പഠിക്കണം. അതാണല്ലോ അൽഹംദുലില്ലാഹ്. ഇതൊക്കെ ചെയ്തു, മാർക്ക് അല്പം കുറഞ്ഞുപോയി മാർക്ക്, A+ ഒന്നും കിട്ടിയില്ല. എന്ത് ചെയ്യണം? അൽഹംദുലില്ലാഹ്, എനിക്കെൻ്റെ റബ്ബ് തരുന്നത് ഹൈറാണ്. ആ ബോധ്യത്തിൽ നിങ്ങൾ പടച്ചോൻ്റെ അടിമയായിട്ടൊന്ന് നിന്നു കൊടുത്തു നോക്കിയേ, അവിടെ നിന്ന് നിങ്ങളുടെ മകൻ്റെ വളർച്ച തുടങ്ങും, അല്ലെങ്കിൽ മകളുടെ വളർച്ച തുടങ്ങും. അവിടെ നിങ്ങൾ ടെൻഷൻ അടിച്ച് എൻ്റെ മോൻ്റെ ഭാവി പോയേ, മോളുടെ പോയേ, ടെൻഷൻ അടിക്കുകയല്ല വേണ്ടത്. അവിടെ നിന്ന് ടെൻഷൻ അടിക്കാതെ പടച്ചോനിലേക്ക് തവക്കുല് ചെയ്തിട്ട് നല്ലിടങ്ങൾ നോക്കുക, നല്ല സ്ഥാപനത്തിൽ പഠിപ്പിക്കുക. ഫുൾ A+ ഉള്ള ആളുകളാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ ഞാൻ പറയട്ടെ, നിങ്ങൾ അഡ്മിഷൻ നോക്കുമ്പോൾ നല്ല സ്ഥാപനങ്ങൾ, കഴിയുന്നത് ദീനുമായി ക്ലബ്ബ് ചെയ്ത് പഠിപ്പിക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുക. ഇപ്പം ഞാനൊരു കോളേജ് അധ്യാപകൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ പറ്റും, കോളേജിൽ കാണുന്നതൊക്കെ മക്കളെ വലിയ അപകടങ്ങളാണ്. പല കുട്ടികളും ഉമ്മ കൊണ്ടുവന്നാക്കണത് ഹിജാബ് ഇട്ടിട്ടാണെങ്കിൽ പിന്നെ കാണുന്നത് അന്യാണുങ്ങളോടൊപ്പം ഹിജാബ് ഇല്ലാതെ നടക്കുന്നതാണ്, കൈ തോളത്തിട്ട് നടക്കുന്നതാണ്. മാതാപിതാക്കളുടെ മുമ്പിൽ കുട്ടികൾ പക്ക നീറ്റാണ്. പല ഹറാമുകൾക്കിടയിലും ജിഹാദ് ചെയ്യാൻ മാത്രമുള്ള ഈമാനൊന്നും നമ്മുടെ മക്കൾക്കില്ലല്ലോ. അതുകൊണ്ട് അഡ്മിഷൻസ് നല്ല ദീനും കൂടെ ക്ലബ്ബ് ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ല അഹ്ലുസുന്നയുടെ സ്ഥാപനങ്ങളിലാക്കിയാൽ അൽഹംദുലില്ലാഹ് നിങ്ങൾക്ക് സന്തോഷിക്കാം, ദുനിയാവിലും ആഖിറത്തിലും സന്തോഷിക്കാം. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഈ പറഞ്ഞ ദിക്റുകൾ മനസ്സറിഞ്ഞ് ചൊല്ലി ദുആരക്ക. അള്ളാഹു അവർക്ക് ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കൾക്കെല്ലാം ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നീറ്റ് എഴുതിയിട്ട് നീറ്റ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു അല്ലേ, ചിലപ്പോൾ അത് ഹൈറിനായിരിക്കാം. അള്ളാഹ് എന്ത് വിധിച്ചാലും അത് ഹൈറാണ്. നമ്മുടെ കുട്ടികൾക്ക് ആ എഴുതിയതിൽ ചിലപ്പോൾ അത്രത്തോളം മാർക്ക് കിട്ടൂലായിരിക്കാം. ഇനി അടുത്ത നീറ്റ് വരുമ്പോൾ ഇൻഷാ അല്ലാഹ് അതിൽ ഹൈർ ഉദ്ദേശിച്ചിട്ടുണ്ടാകാം.
റബ്ബിലേക്ക് വിട്ടുകൊടുക്കുക, തവക്കുല് ചെയ്യുക, അള്ളാനെ ഏൽപ്പിച്ചിട്ട് അൽഹംദുലില്ലാ പറയാം. ടെൻഷൻ അടിയൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഇനി നീറ്റ് വീണ്ടും എഴുതി കിട്ടിയില്ല, എൻ്റെ പുള്ളിയുടെ ജീവിതം പോയേ, എടോ അതിൽ ഹൈറില്ല എന്ന് തിരിച്ചറിയാം. എൻ്റെ റബ്ബ് എന്ത് വിധിച്ചാലും അത് ഹൈർ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ആ ബോധ്യത്തിൽ നിൽക്കുന്നവർ മാത്രമേ ജയിക്കൂ. ആ ബോധ്യത്തിൽ നിൽക്കുന്നവർ മാത്രം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞു, സമ്മാനം കൊടുക്കുമ്പോൾ ഉപകാരപ്പെടുന്ന സമ്മാനം കൊടുക്കാം. മൊബൈൽ, ബൈക്കൊന്നും വാങ്ങിക്കൊടുക്കരുത് കേട്ടോ. ഈ 15-16 വയസ്സുള്ള കുട്ടിക്ക് ബൈക്ക് വാങ്ങിക്കൊടുത്താൽ വലിയ അപകടമാണ്. പിടിക്കപ്പെട്ടാൽ ഇവിടെ 25,000 രൂപ പിഴയും, നിങ്ങൾക്ക് ജയിൽവാസമുണ്ട് മാതാപിതാക്കൾക്ക്. അത് അള്ളാൻ്റെ അടുക്കലും ചോദ്യം ചെയ്യപ്പെടും. കാരണം ഒരു നാട്ടിലെ നിയമവ്യവസ്ഥിതിക്ക് എതിരായിട്ട് നമ്മൾ പ്രവർത്തിച്ചാൽ അത് ഹറാമാണ്, ചെയ്യാൻ പാടില്ല. വലിയ ദ്രോഹമാണ് മക്കളോട് ചെയ്യുന്നത്. അപ്പോൾ ആ ബോധ്യത്തിൽ ജീവിക്കുക. പിന്നെ കരഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അള്ളാഹു നമുക്ക് കാവൽ നൽകട്ടെ. അള്ളാഹു ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ഇന്നത്തെ ചോദ്യം സിമ്പിളാണ്. ദുൽഹജ്ജ് 1 മുതൽ 10 വരെ പരിശുദ്ധമായ ദിനരാത്രങ്ങളാണല്ലേ. ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങളെ സത്യം ചെയ്തത് അള്ളാഹു ഖുർആനിൽ ഏത് സൂറത്തിലാണ് സത്യം ചെയ്തിട്ടുള്ളത്? ആ സൂറത്തിൻ്റെ പേര് കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. അപ്പോൾ കഴിയുന്നവരൊക്കെ ഏറ്റവും ചുരുങ്ങിയതൊരു 313 അല്ല, ഞങ്ങൾക്ക് 1000 ചെയ്യാൻ കഴിയും, 2000 ചെയ്യാൻ പറ്റും. നല്ല നെയ്യത്ത് നിങ്ങൾ ചെയ്തോന്നേ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട്. അസ്വദഖത്തു റദ്ദുൽ ബലാ, അപകടങ്ങളെ തോൽവികളെ പടച്ചോൻ തടയുമെന്നാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ അലി സയ്യിദിന മുഹമ്മദ്. അർഹമുർ-റഹീമായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ നിൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ പെടുത്തണേ അല്ലാ. മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട് സന്തോഷിക്കുന്ന സദസ്സാക്കണേ അല്ലാ. ഈ സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്കും ഞങ്ങളുടെ സന്താനങ്ങൾക്കും എല്ലാവിധ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും ഉന്നത വിജയം നൽകണേ അല്ലാ. ശോഭനമായ ഭാവി നൽകണേ അല്ലാ. നീ കൈവെടിയല്ലേ അല്ലാ. ഈ പരിശുദ്ധ ദിവസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട്, ചെയ്ത ഹദിയയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. മനസ്സിലുള്ള മുറാദുകൾ ഹാസുലാക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് സന്താനങ്ങളെ കൊടുക്കണേ അല്ലാ. ഉള്ള സന്താനങ്ങളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. കരുണക്കടലായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും ഖബർ വെളിച്ചമാക്കണയല്ല. കടങ്ങൾ ഏറ്റെടുക്കണയല്ല. തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണയല്ല. വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം കൊടുക്കണയല്ല. പടച്ചവനെ, വിവാഹപ്രായം എത്തിയവർക്ക് ഹൈറായ ഇണകളെ നൽകണയല്ല. ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണയല്ല. ഈമാൻ സലാമത്താക്കണയല്ല. ഈമാനോടുകൂടെ മരിപ്പിക്കണയല്ല. പടച്ചവനെ, പരിശുദ്ധ ഭൂമിയിൽ ചെന്ന് ഹജ്ജും ഉംറയും ചെയ്യാതെ, സിയാറത്ത് ചെയ്യാതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ. ഞങ്ങളിൽ നിന്ന് പരിശുദ്ധ ഭൂമിയിലേക്ക് പോയവർക്ക് ആഫിയത്തോടെ അമലുകൾ ചെയ്ത് ഞങ്ങളിലേക്ക് തിരിച്ചെത്താൻ തൗഫീക്ക് നൽകണയല്ല. ഞങ്ങളാരെയും പെട്ടെന്ന് വിളിക്കല്ലയല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യത്തിൽ ഒരുമിപ്പിക്കണയല്ല. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.